ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ശ്രീ മഹാഭാരതം കിളിപ്പാട്ട് ആദിപർവം തുടരുന്നു. ദേവയാനി ചരിതം. എങ്കിലോ ദേവാസുര യുദ്ധമുണ്ടായി മുന്നം സങ്കടം തീർത്തു ജയമുണ്ടാവാൻ അവർക്കന്നാൾ. ദേവകൾ ബൃഹസ്പതിയെ തന്നെ ആചാര്യനാക്കി ദേവവൈരികൾ ശുക്രൻ തന്നെയും കൈക്കൊണ്ടാർ പോൽ. ദേവകളോട് പോരിൽ മരിക്കും അസുരരെ ജീവിപ്പിച്ചിടുമല്ലോ ശുക്രനാ മുനിവരൻ. ജീവനും ദേവകൾക്കു ജീവൻ ഉണ്ടാക്കപ്പോക ദേവകൾ അതുമൂലം തോറ്റാരെന്നറിഞ്ഞാലും മൃതസഞ്ജീവിനിയാം വിദ്യയുണ്ടല്ലോ ശുക്രൻ. അതിനുള്ള ഉപദേശമില്ല ദേവാചാര്യനോ. അന്നു ദേവകൾ ഗുരുതന്നുടെ സുതന്മാരിൽ മുന്നവനായ കജൻ തന്നോട് ചൊന്നാരല്ലോ, ചെന്നു നീ പഠിക്കണം ശുക്രന്റെ വിദ്യയെന്നാൽ അന്നൊടിഞ്ഞില്ല ജയം നമുക്കെന്നറിഞ്ഞാലും. അമ്മുനിയുടെ മകൾ ദേവയാനിയെ നന്നായി സമ്മാനിച്ചരികെ പുക്കിയിടുക മടിയാതെ. തന്മകൾ ചൊന്നതൊടിഞ്ഞമ്മുനി കേൾക്കയില്ല, നിർമ്മലയായ വിദ്യ പഠിക്കാമെന്നാലിടൂ. കജനും അതു കേട്ട് വിഷപർവാകുന്നോരസുരാധിപൻ തന്റെ നഗരമകമ്പുക്കാൻ ശുക്രനെ ചെന്ന് കണ്ടു വന്ദിച്ചു. മുനീന്ദ്രനും കൈക്കൊണ്ടു വിദ്യകളും നന്നായി പഠിപ്പിച്ചു. ശുക്രനും ദേവയാനിയാകിയ കുമാരിക്കും ഉൾക്കാമ്പു തെളിയുമാറിരുന്നാൻ അവൻ താനും. ദേവയാനിക്കു വേണ്ടും ഓരോരോ പരികർമ്മം ഏതുമേ മടിയാതെ ചെയ്തിടും കജൻ താനും. അവൾക്കും അതുമൂലം കജനിൽ ഒരു നാളും ഇളക്കം വരാതൊരു രാഗവും ഉണ്ടായി വന്നു. കന്യകതാനും ബ്രഹ്മചാരിയാം കജനുമായി നന്നായി രമിച്ചു വാണിടിനാർ നിരന്തരം. കാനനം തോറും പശുവൃന്ദത്തെ മേച്ചു പിന്നെ നാനാപുഷ്പങ്ങൾ പുല്ലും സമിതാദികളെല്ലാം കൊണ്ടുവന്നിടും അവൻ. മിണ്ടാതെ ഇരിക്കുമ്പോൾ കണ്ടിക്കാർ കുടലിയാം ദേവയാനിയുമായി കണ്ട കാനനം തോറും നടന്നു കളിച്ചിടും. കുണ്ഠത കൂടാതെ തൻ വിദ്യയും പഠിച്ചിടും. യൗവനം ഇരുവർക്കും ആരംഭിച്ചിരിക്കുന്നു. ദിവ്യത്വമുണ്ടാകയാൽ വൃത്തിയും രക്ഷിച്ചിടും. വേണുനാദങ്ങളോടും താളങ്ങൾ മേളങ്ങളും വീണവായന നല്ല വക്രോക്തി വിശേഷവും വ്യംഗ്യങ്ങൾ പലതരം ധ്വനികൾ ഇവയെല്ലാം മംഗലമാകും വണ്ണം നന്നായി പറയുകയും. അന്യോന്യം കളിച്ചവരിരുന്നാർ പലകാലം കന്യകതാനും ബ്രഹ്മചാരിയും പിരിയാതെ. ആടിയിടുന്നവനിലും പാടിയിടുന്നവനിലും ഗൂഢമാം നാരി വൃത്തം മറയ്ക്കുന്നവനിലും ഇഷ്ടമായുള്ള വസ്തു കൊടുക്കുന്നവനിലും ഇഷ്ടമായതു തന്നെ പറയുന്നവനിലും കണ്ഠഭൂഷണമെല്ലാം അണിയുന്നവനിലും കണ്ടാൽ നല്ലവനിലും കേളിയുള്ളവനിലും ഉണ്ടാകുമല്ലോ മധുവാണികൾക്ക് അനുരാഗം ഉണ്ടല്ലോ കജനേവം ആദിയാം ഗുണമെല്ലാം. 500 സംവത്സരം കഴിഞ്ഞു കജനേവം മഞ്ജുളവാണിയുമായി കളിച്ച കാലമെന്നാൾ. അറിഞ്ഞാരസുരകൾ കജന്റെ പരമാർത്ഥം നിറഞ്ഞ വൈരത്തോടും. അതിനാൽ അതുകാലം കാനനം തന്നിൽ പശുവൃന്ദവും മേച്ചു കജൻ താനെ നിൽക്കുന്നേരം കൊന്നവൻ. ഉടലെല്ലാം ഓരോരോ തിലത്തോളം നുറുക്കി ചെന്നായ്ക്കൾക്കു പാരാതെ കൊടുത്തിതു ദുഷ്ടരാം അസുരകൾ. പശുവൃന്ദവും അപ്പോൾ തങ്ങളെ പോന്നു വന്നാർ. കജനെ കാണായികയാൽ ദേവയാനിയും ചെന്നു കരഞ്ഞു പരിതാപം നിറഞ്ഞു മനതാരിൽ പറഞ്ഞു താതനോടു. വന്നില ഗുരുസുതൻ ഗോക്കളും ഗോശാലയ്ക്കൽ തങ്ങളെ വന്നാരൊക്കെ പാർക്കേണ്ടും നേരമല്ല. സൂര്യനും അസ്തമിച്ചു അഗ്നിഹോത്രവും വേണ്ടിയിലെന്തൊരു മൂലം കജൻ വൈകിയത് അവനൊരു സങ്കടം വന്നീലല്ലി. അന്തരം കജനു വന്നിടുകിൽ മരിപ്പൻ ഞാൻ അന്തരമേതുമില്ലെന്നാത്മജ പറഞ്ഞപ്പോൾ എന്തിനു ഖേദിക്കുന്നു മരിച്ചാൻ എന്നാകിലും ഇന്നു ഞാൻ ജീവിപ്പിച്ചു കൊൾവൻ നീ അടങ്ങുക. വിളിച്ചു ശുക്രമുനി കജനും ചെന്നായ്ക്കളെ പൊളിച്ചു പുറപ്പെട്ടു വന്നാൻ എന്തൊരു ചിത്രം. എന്തടോ നടയവര നീടുവാൻ മൂലമെന്ന് സുന്ദരഗാത്രി ദേവയാനി ചോദിച്ച നേരം പുഞ്ചിരി പൂണ്ട് കജൻ ചൊല്ലിനാൻ പരമാർത്ഥം. വഞ്ചിച്ചു ധനുജന്മാർ ചെയ്ത ദുഷ്ടതയെല്ലാം പിന്നെയും ഒരു ദിനം പൂവിനു വനം പൂക്കാൻ അന്നവനുടൽ പൊടിച്ചാഴിയിലിട്ടാരവർ.
കന്യക ദേവയാനി താതനോടറിയിച്ചാൽ അന്നും മാമുനിവരൻ വിളിച്ചു വരുത്തിനാൻ. പിന്നെയും മൂന്നാമതു ദുഷ്ടരാം അസുരകൾ മുന്നം വന്നതുപോലെ വന്നു പോകരുതെന്നാർ. വധിച്ചു വറുത്തൊക്കെ പൊടിച്ചു തരിപോക്കി മൃദുത്വം കലർന്നൊരു ചൂർണമായി വശമാക്കി ഹൃദ്യമായി ഗുരുവിനു സേവിപ്പാനുണ്ടാക്കിയ മദ്യത്തിൽ കലക്കി നൽകിയിടിനാരസുരകൾ. ദേവയാനിയും ഗജൻ വരാഞ്ഞ നേരം പരിദേവനം തുടങ്ങിനാൾ താതന്റെ മുമ്പിൽ നിന്നു. ദേവകളുടെ ഗുരുപുത്രനെന്നറിഞ്ഞിട്ടു ദേവവൈരികളുടെ ദുഷ്ടത തന്നെ ഇതു ജീവിപ്പിച്ചിടുന്നുവെന്നതു കേട്ടു മൃതജീവനി വിദ്യ കൊണ്ട് വിളിച്ചു ഭാർഗവനും. വന്നീല കജനെന്തു മകളെ കർമ്മഫലം വന്നിടുന്നതിനേതും ആപതല്ലടങ്ങു നീ എന്നെല്ലാം പലതരം ഭാർഗവൻ പറഞ്ഞപ്പോൾ കന്യകദേവയാനി കണ്ണുനീർ വാർത്തു ചൊന്നാൾ. ആതിഥേയാചാര്യനാൻ ഗീഷ്പതി സുതനായ ഭൂദേവൻ തന്നെ കൊന്ന പാപികൾ അസുരകൾ സന്തതിനാശം കൂടെ വരുത്തിയിടുവൻ ശപിച്ചന്തരമതിനില്ല കേവലം. പിന്നെ ഞാനും ഇന്നെൻ്റെ കഥനോട് കൂടവേ മരിക്കുന്നേനെന്നെല്ലാം ദേവയാനി ചൊന്നതു കേട്ടു ശുക്രൻ. പിന്നെയും വിളിച്ചിതു നന്നായി ധ്യാനിച്ചപ്പോൾ തന്നുടെ ജഠരത്തിൽ നിന്നവൻ വിളി കേട്ടാൻ. ഏതൊരു വഴിയെ നീ എന്നുടെ ഉള്ളിൽ പുക്കെന്നാദരവോട് ശുക്രൻ ചോദിച്ച നേരം കജൻ എന്നെ കൊന്ന സുരകൾ വറുത്തു പൊടിച്ചുടൻ തന്നിതു മദ്യം തന്നിൽ കലക്കി സേവിപ്പാനായി എന്നു കേട്ടൊരു ശുക്രൻ കോപിച്ചു ചൊന്നാനെങ്കിൽ ഇന്നു ഞാൻ അസുരരെ ശപിച്ചു നശിപ്പിച്ച് പുണ്യമുള്ള അമരരോടൊന്നിച്ചു വാണിയിടുവൻ എന്നതു കേട്ടു കജൻ ചൊല്ലിനാൻ. അരുതെന്നാൽ വന്നുപോം തപസ്സിനു നാശമെന്നറിയണം. നന്നല്ല ശപിക്കുന്നതാരെയും ഒരുവർക്കും ദോഷമില്ലാതെ നമുക്കും ഒക്കെയും ക്ഷമിപ്പതു ഭൂഷണമാകുന്നതു കോപം ഉണ്ടായാലാകാം. കോപകാമാദികളെ ക്ഷമയാ ജയിപ്പവൻ താപസ ശ്രേഷ്ഠനെന്നു ചൊല്ലുന്നു വിദ്വജ്ജനം എന്നതു കേട്ട് ഭൃഗുനന്ദനൻ മകളോട് ചൊന്നാൻ എങ്ങനെ വേണ്ടു തിരിച്ചു ചൊല്ലേണം നീ. ഞാൻ മരിച്ചിടുന്നാകിൽ കഥനയുണ്ടാക്കുവൻ ഞാൻ മര്യാദ കജനുണ്ടാകയില്ല താനും. അച്ഛനെന്നോടിപ്പോൾ ഇങ്ങനെ പറയുന്നു, വിജയന്തതു പുനരെല്ലാവർക്കും ചെയ്യാമല്ലോ. താൻ മരിച്ചൊരുത്തനെ രക്ഷിക്കും അസാരനും. താൻ മര്യാദ കണ്ടു മറ്റൊരു പുരുഷനെ ജീവിപ്പിച്ചിടുന്നതു സാമർഥ്യമാകുന്നതും ജീവരക്ഷണത്തിനുമെങ്കിലേ ഫലമുള്ളൂ എന്നതിൽ വിശേഷിച്ചും ആശ്രിതനല്ലോ ഗജൻ. നിന്നുടെയൊരു ശിഷ്യനാകയുമുണ്ടു, പിന്നെ ധന്യനാം ബൃഹസ്പതി പുത്രനാകയുമുണ്ടു എന്നിവ നിരൂപിച്ചിട്ടൊത്തതു ചെയ്യുകയെന്നാൽ നിന്തിരുവടി തന്നെ കൊന്നു ജീവിച്ചാൽ അതിനെന്തൊരു ഫലം അതു ചെയ്യുകയില്ലെന്നു കജൻ. അച്ഛനും കജനും ഒരന്തരം വരാതെ കണ്ടിച്ഛ വന്നിടുകിലി ജന്മമൊടുങ്ങിയിടാം. നിശ്ചയമല്ലായിൽ ഞാൻ മരിപ്പനെന്നു തന്നെ കച്ചേരുമുലയാളാം ദേവയാനിയും ചൊന്നാൾ. ആർജവവചനമൂർജസ്വതീ പുത്രി ചൊന്നാശ്ചര്യമെന്നു കണ്ടു ഭാർഗവ മുനിതാനും. അപ്പോഴേ ഉപദേശിച്ചാൻ മൃതസഞ്ജീവിനി സൽപുമാനായ ഗജൻ തനിക്കു മടിയാതെ ദക്ഷിണ പാർശ്വം ഭേദിച്ചപ്പോഴേ പുറപ്പെട്ടു ദക്ഷനാം ഗജൻ ജീവിപ്പിച്ചിതു ശുക്രനെയും. ദക്ഷിണ ഗുരുവിന് ജീവനം നൽകി കജൻ ഒക്കുമെന്നതും പരീക്ഷിച്ചു തന്നതിനാലേ ദുഷ്ടരാമസുരകൾ ചെയ്തതും ഫലിച്ചില്ല. നിഷ്ഠുരകർമ്മികൾക്കു തങ്ങൾക്കേ ഫലങ്ങളും ഗുണമുള്ളവരുടെ ഗുണത്തെ കെടുപ്പാനായി ഗുണമില്ലാതെ ജനം ചെയ്തതിൻ ഫലങ്ങളും ഗുണങ്ങളായേ വരൂ. മേൽക്കുമേൽ ഗുണികൾക്കു ഗുണക്കേടതു ചെയ്യുന്നവർക്കേ അകപ്പെടൂ. വിദ്യയും പഠിപ്പിച്ചു കീർത്തിമാനാക നീയെന്ന് എത്രയും തെളിഞ്ഞരുളി ചെയ്തു ശുക്രൻ താനും. ഇങ്ങനെ എൻ്റെ ശിഷ്യൻ തന്നോട് ചെയ്ത മൂലം നിങ്ങളും അജ്ഞാനികളായി പോവിൻ അസുരരെ. ഇന്നെനിക്കിതു വന്ന കാരണം മറയവരിന്നു തൊട്ടിനിമേൽ ചെയ്യായിക സുരാപാനം ചെയ്തിടുന്നവൻ ബ്രഹ്മഹത്യയുള്ളതുപോലെ ജാതിഭ്രഷ്ടനുമായി പാപിയായി വരികെന്നാൻ. ശാപത്തിൽ ഇന്നും മദ്യപാനത്തെ ചെയ്യിൽ ഉത്കൃഷ്ടന്മാരായി തപോ വിദ്യാ വൃത്തന്മാരാകും. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം